വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്താനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിന്റെ വീഴ്ചയാണെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത വിശദമായ കുറിപ്പിൽ പറയുന്നുണ്ട്. ജിൽബി കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ജിൽബി, കടമെടുപ്പ് പരിധി ഉയർത്തിയേ മതിയാവുകയുള്ളൂ, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കുറഞ്ഞ തോതിലെങ്കിലും മറികടക്കാൻ എന്നതായിരുന്നു ഏറ്റവും വലിയ ആവശ്യമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ കേരളത്തിനാണ് വീഴ്ച എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പറയുന്നുണ്ട്? കാവ്യ, ഇപ്പോൾ അടുത്ത ദിവസമാണ്, അതായത് 8-ാം തീയതിയാണ് ഇപ്പോൾ കേരളം കേന്ദ്രത്തിനെതിരെയുള്ള ഒരു സമരം നടത്താനിരിക്കുന്നത്. അതായത് കേന്ദ്ര അവഗണിക്കുന്നു, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഞെരുക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു സമരത്തിലേക്ക് ഇപ്പോൾ കേരളം കടന്നിരിക്കുന്നത്. ഒപ്പം മറ്റു സംസ്ഥാനങ്ങളും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളം കുറ്റപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി അതിന് കാരണം കേരളം തന്നെയാണ്. കാരണം കേരളത്തിന്റെ സാമ്പത്തിക ക്ലേശത്തിന് ധനമാനേജ്മെന്റിലെ പിടിപ്പുകേടാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രം ഇത്തരത്തിലൊരു വിശദമായ ഒരു കുറിപ്പ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. അറ്റോർണി ജനറലിന്റെ ഓഫീസ് മുഖേനയാണ് ഇത്തരത്തിലുള്ള ഒരു സത്യവാങ്മൂലം ഇപ്പോൾ കേന്ദ്രം സുപ്രീം കോടതി സമീപിച്ചിരിക്കുന്നത്. അതായത് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിന്റേത് അതീവ മോശം ധനമാനേജ്മെന്റ് ആണെന്നും അതുപോലെ തന്നെ ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തതിനേക്കാളും തുക കേരളത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുമാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ കേരളത്തിന്റെ ഈ കടമെടുപ്പ് പരിധി ാൻ സാധിക്കില്ല എന്ന് തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, നാളെയാണ് കേരളം ഇത്തരത്തിൽ ബജറ്റ് അവതരിപ്പിക്കാനൊക്കെ പോകുന്നത്. ഇതിനൊക്കെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അതായത് കേരളത്തിന്റെ ധനമാനേജ്മെന്റ് വലിയ രീതിയിൽ മോശമാണ് എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലുമായിട്ട് പരിമിതമായ സാഹചര്യത്തിലേക്ക്, കൂടുതൽ ഞെരുക്കത്തിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുവന്നിടുക എന്ന ഒരു കൃത്യമായ ലക്ഷ്യം കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് വേണം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഈ കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ പ്രതിഷേധമൊക്കെയും സംസ്ഥാനം ദില്ലിയിലടക്കം നടത്താനിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനു പിന്നിലുണ്ട്. അടിയന്തരമായിട്ട് ഇടക്കാല ഉത്തരവ് ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ സുപ്രീം കോടതിയിൽ കേരളം ഒരു ഹർജി സമർപ്പിക്കുകയും ഒരു സൂട്ട് ഹർജി സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഈ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം ഇരിക്കെ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കേന്ദ്രം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക ക്ലേശത്തിന് കാരണം കേരളത്തിന്റെ കുഴപ്പം തന്നെയാണെങ്കിൽ കേരളത്തിന്റെ ധനമാനേജ്മെന്റിലെ പിടിപ്പുകേടാണെന്നാണ് കേന്ദ്രം ഇപ്പോൾ സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാവ്യ, ജിൽബി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും അതുതന്നെയാണ്. അങ്ങേയറ്റം ഒരു ഞെരുക്കത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കുക, അതിന് ഏതു വിധേനയുമുള്ള ശ്രമങ്ങൾ സ്വീകരിക്കുക എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് നാളെ ബജറ്റ് അവതരണം നടക്കാനിരിക്കുന്നു. അതിനുശേഷം ശക്തമായൊരു പ്രതിഷേധം കേരളം അതിന് തുടക്കമിടുകയാണ്. ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഇങ്ങനെയുള്ള നയങ്ങൾക്കെതിരെ അതിന് ചുവടുപിടിച്ച് മറ്റു നിരവധി സംസ്ഥാനങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലം ഒക്കെയും ഇതിന് പിന്നിലുണ്ട് എന്ന് കൂട്ടി വായിക്കേണ്ടി വരും. കാവ്യ, തീർച്ചയായും. അതായത് നേരത്തെ തന്നെ ഉയർന്നു വന്ന വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ്. അതായത് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട വിഹിതം നൽകുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ കേന്ദ്ര പദ്ധതികൾക്ക് വേണ്ടി നൽകേണ്ട പൈസകളൊന്നും നൽകുന്നില്ല എന്നുള്ള ഒരു വിമർശനം രൂക്ഷമായിട്ട് ഉയർന്നു വന്നിരുന്നു. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും നിലപാടും വ്യക്തമാക്കിക്കൊണ്ട് ആദ്യം തന്നെ മുമ്പോട്ട് വന്നത് കേരളം തന്നെയാണ്. ഇതിന് പിന്നാലെയാണ് മറ്റു സംസ്ഥാനങ്ങളൊക്കെ സമാനമായ രീതിയിലുള്ള കേന്ദ്ര അവഗണന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വെള്ളിയാഴ്ച ഇപ്പോൾ കേരളം കേന്ദ്രത്തിനെതിരെ വലിയ രീതിയിലുള്ള സമരം നടത്താനിരിക്കുന്നു. ഒപ്പം തമിഴ്നാട് ഇതിന് പിന്തുണ അറിയിച്ച് സമാനമായ രീതിയിൽ എത്തിയിട്ടുണ്ട്. കർണാടക ഇതിൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്.